ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരായ മുഴുവൻ കുടുംബങ്ങളുടെയും പുനരധിവാസം സാധ്യമാക്കുന്നതിനുള്ള സത്വര നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രിസഭാ ഉപസമിതി. അർഹരായ എല്ലാവരും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് പഴുതടച്ച സംവിധാനമാണ് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനാണ് സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്കായി 9ാം ദിവസവും തിരച്ചിൽ നടത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സംസ്ഥാനത്തെത്തിയേക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചതായാണ് വിവരം. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ദുരന്തബാധിതർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും സമഗ്രമായ പുനരധിവാസ പാക്കേജ് വയനാടിനായി പ്രഖ്യാപിക്കണമെന്നും ശ്രീ രാഹുൽ ഗാന്ധി ആവശ്യമുന്നയിച്ചു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 138 പേരുടെ കരട് പട്ടിക സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു. മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ പട്ടിക തയ്യാറാക്കിയത്. പൊതുജനങ്ങൾക്ക് കരട് പട്ടിക പരിശോധിച്ച് അതിൽ ഉൾപ്പെട്ടവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാം. സംസ്ഥാനത്ത് സ്കൂൾ പരീക്ഷകളിൽ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതിന് മന്ത്രിസഭായോഗം അനുമതി നൽകി. ഈ അക്കാദമിക വർഷത്തിൽ 8ാം ക്ലാസ്സിലും അടുത്ത 2 വർഷങ്ങളിലായി 9, 10 ക്ലാസുകളിലും ഘട്ടം ഘട്ടമായി തീരുമാനം നടപ്പാക്കും. പാരീസ് ഒളിമ്പിക്സിൽ ഫ്രീ സ്റ്റൈൽ ഗുസ്തി 50 കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയായതിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പാർലമെന്റിൽ അറിയിച്ചു. എല്ലാ സാധ്യതകളും IOA പരിശോധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഫൈനൽ മത്സരം ഇന്ന് നടക്കാനിരിക്കെ രാവിലെ നടന്ന പരിശോധനയിലാണ് നിശ്ചിത ഭാരത്തേക്കാൾ 100 ഗ്രാം അധിക ഭാരമുണ്ടെന്ന കാരണത്താൽ വിനേഷ് അയോഗ്യയാക്കപ്പെട്ടത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1629 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി നബാർഡിൽ നിന്നും 2100 കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഭേദഗതിയോടെ അംഗീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. പ്രത്യേക മാനദണ്ഡം തയ്യാറാക്കിയാണ് ചികിത്സ നൽകുന്നത്. മരണമടഞ്ഞയാളെ കൂടാതെ തിരുവനന്തപുരത്ത് നിലവിൽ 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരു കുട്ടിക്ക് കൂടി രോഗമുക്തി. കോഴിക്കോട് സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത്. രോഗം സ്ഥിരീകരിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിയായ കുട്ടിയുടെ ആരോഗ്യനിലയിലും പുരോഗതിയുണ്ട്. കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റി. ഗിഗ് മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗിഗ് തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട അന്തിമ ബിൽ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഗിഗ് വർക്കേഴ്സ് ബിൽ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കയ്ക്കെതിരായ 3ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 110 റൺ പരാജയം. ശ്രീലങ്ക ഉയർത്തിയ 249 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 138 റൺസിന് പുറത്തായി. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര ശ്രീലങ്ക 2-0 സ്വന്തമാക്കി. വയനാട് ജില്ലയിൽ ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ ഒഴിവാക്കിയതായി ബാലഗോകുലം. ശ്രീകൃഷ്ണ ജയന്തി ദിവസമായ ഓഗസ്റ്റ് 26-ന് സംസ്ഥാനത്താകെ ആർഭാടങ്ങൾ ഒഴിവാക്കിയായിരിക്കും ശോഭായാത്രകൾ നടത്തുക. ശോഭായാത്ര ആരംഭിക്കുമ്പോൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അനുശോചന സന്ദേശം വായിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ, പൊതുകാര്യദർശി KN സജികുമാർ എന്നിവർ അറിയിച്ചു. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് കേരള രാജ്ഭവനിൽ ഓഗസ്റ്റ് 15-ന് വൈകിട്ട് നടത്താറുള്ള സൽക്കാര പരിപാടി ഈ വർഷം വേണ്ടെന്നുവച്ചു. വയനാട് ജില്ലയിലെ ദുരന്തം പരിഗണിച്ചാണ് അറ്റ്ഹോൺ പരിപാടി ഉപേക്ഷിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.